നമസ്തേ. കലിയുഗ വർണ്ണന പരികസഹിതം തുടരുന്നു. ഇങ്ങനെയെല്ലാം ഇരിക്കും കലിയുഗേ മംഗളധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ, മന്നിടെ സാധുക്കൾ തമ്മെ രക്ഷിപ്പാനും എങ്ങും നിറഞ്ഞു ചരാചര ദേശികനായി ജഗൽപതിയാകിയൂരീശനായി ഏകാത്മനഖിലാത്മാവതാകിയ നാരായണൻ ഭഗവാൻ വിഷ്ണു ശാശ്വതൻ പാരിൽ ശമ്പളാഗ്യമായ ഗ്രാമത്തിങ്കൽ എത്രയും മുഖ്യനായേറ്റം മഹാത്മാവായി ഉത്തമനായിടം വിഷ്ണു യശു ദ്വിജൻ തന്നെ പുത്രനായി വിഷ്ണു യശൂയുധം വന്നവതീർണനാം കൽക്കിയെന്നാകിയ ദേവദേവേശന നാരായണൻ പിന്നെ കേവലം തന്നണിമാതിസിത്യായുധം സാക്ഷാത്കൽപ്പതി അശ്വാസനായി സാക്ഷിഭൂതൻ വായുതുല്യമാമശ്വത്തിലേറി യസിയുമായി മേദിനെ തന്നിലങ്ങേറിയ ദുഷ്ടരെ ശാന്തി വരുത്തുന്നു. രാജരൂപം പൂണ്ട ദുഷ്ടദസ്യുക്കളെ ആദിനാഥൻ ഘനിക്കുന്നോഭയാ ദസ്യുക്കളെയും അനേകം നശിപ്പിച്ചു. വാസുദേവ പ്രസന്നാത്മാവതായി കൊണ്ടു പൗരജനത്തിനു നാരായണൻ പരൻ പരമാനന്ദാംഗരംഗാദി പുണ്യമാം ഗന്ധങ്ങളെ കൊടുത്തായതിൻ സ്പർശത്താൽ ഗന്ധവായുക്കളാൽ തല്ലേപനത്തിനാൽ തദ്വിശേഷത്താലും തൽപ്രഭ കൊണ്ടുമായി ദസ്യുക്കളെയൊക്കെ നാശം ഭവിപ്പിച്ചു. പിന്നെ വഴി പോലെ ഭൂമോ പ്രജകളെ നന്നായി സൃജിപ്പിച്ചു വച്ചു രക്ഷിക്കുന്നു. വാസുദേവൻ സത്വമൂർത്തി നാരായണൻ ചേതസീമാത്മാപരം സർവകൻ എന്നിവ കൽക്കിയായി വന്നവതീർണനാമന്നോ കൃതയുഗം വന്നു ഭവിക്കുന്നു. അന്നോ പ്രജകളും സാത്വികരായി വരും. ചന്ദ്രനും സൂര്യനും വ്യാഴവും 3 പേർ ഒന്നിച്ചു പുഷ്യ നക്ഷത്രീ വരും കാലം അന്നോ തുടങ്ങി കൃതയുഗമാകുന്നു. ചൊന്ന ഗ്രഹങ്ങൾ 3 ഏകരാശിയിൽ ഒന്നിച്ചൊരു സമയം പോക വേണമേ. ഇനിയൊരുദ്ദേശവും പറയാമടു. നന്ദജന്മാഭിഷേകത്തിന്റെ 1080 വർഷത്തിൻ മുമ്പേ സപ്തർഷികൾ തമ്മോട് തുല്യപ്രകാശമാകും മഖമെന്ന നക്ഷത്രം ഒരുമിച്ച് ഋഷികളും വ്യോമനിയ തുല്യപ്രകാശരാ നിൽപ്പതു കണ്ടിടാം. മാനവന്മാർദൻ ശതവർഷം എന്നോ മുനികൾ മഹാശ്രിതന്മാരായി നിന്നു പോരും സൂര്യസോമാനയങ്ങളെ. പിന്നെ വരും അകൃതിയുഗി സൃഷ്ടിപ്പാൻ അന്നേ യുഗമായ ഗോപരം തന്നിലേ വിഷ്ണുവാം കൃഷ്ണന്റെ ഭാഗമെപ്പോൾ ദിവം പൊക്കി. അപ്പോൾ കലിഭൂമൗ പരന്നിതു. അപ്പോൾ ജനങ്ങൾ പാപത്തിൽ രമിക്കുന്നു.
ചിൽപ്പുമാൻ തൻപദം ഭൂമിയിൽ സ്പർശിക്ക എപ്പോഴിതില്ലാതെ ഇരിക്കുന്നിതത്ര നാൾ മേദിനെയെല്ലാം കലിയാലയാക്രമം ആദിനാഥൻ പദസ്പർശനം വേറെങ്കിൽ എന്ന് ഭവിക്കുന്നിതെന്നു കലിദോഷമെങ്ങുമീ ആക്രമിച്ചിടുകയില്ലിക സപ്തമുനിദേവ വൈദ്യരിപ്പോൾ മകം വിട്ടു പൂരാടത്തോടൊത്തു ചിരിക്കുന്നു വാഴുന്നിതപ്പോൾ കലിക്കു 100 മരുദ്വാദശ വർഷമാക്രമ്യമാർന്നു ഭുരിദോഷമോടി നന്ദജന്മാഭിഷേകനാൾ തൊട്ടു കലിവൃത്തിയേറ്റം മുഴുക്കുന്നു. വിഷ്ടവേശൻ കൃഷ്ണനെന്നോ ദിവമ്പുക്കിതന്നു വന്ന കവിയെന്ന സത്തുക്കളാൽ നിർണയിച്ചിട്ടിരിക്കുന്നത് പിന്നെയൊരായിരത്തിൻപുറം പിന്നെ 200 ദിവ്യവർഷം കലിക്കൊണ്ടതിൽ വന്ന ദിനം മുതൽ വിട്ടിട്ടൊരായിരം ദിവ്യവർഷം മനുഷ്യർക്കു കഴിയുമ്പോൾ വന്ന കലി പോയി വന്നോ ഹൃദയുഗം എന്നോ സത്തുക്കളായൂർ പറയുന്നു. എപ്പോൾ മനുഷ്യർക്ക് സ്വാത്മപ്രകാശകം ഉൽപ്പന്നമപ്പോൾ കലീശമിക്കും ദൃഢം മാനുഷവംശത്തിനിത്തമറിവാനായി മന്നിടത്തിങ്കിൽ അസംഖ്യയെ ചൊന്നതും മന്നിടത്തിങ്കിൽ ഈ സംഖ്യയെ ചൊന്നതും ഇങ്ങനെ പിന്നെ യുഗേ യുഗേ വർണ്ണങ്ങൾ ഒന്നൊഴിയാതെ ഭവിപ്പിച്ചു കൊണ്ടതിൽ നാമലിംഗന്മാരതായി മഹാത്മാക്കളായി സൽക്കഥാപ്രോക്തരാകുന്ന മഹാത്മാക്കള് മേദിനിയിൽ കീർത്തി സന്തതം നിർത്തുന്നു. കൽക്കിയായി മാധവൻ ദുഷ്ടരെയൊക്കെ ശിക്ഷിച്ചു പോകയാൽ മേദിനിയിൽ പിന്നെ മുന്നേ കണക്കെ കൃതയുഗേ മാനുഷവർണ്ണലിംഗങ്ങളാൽ സൂര്യചന്ദ്രാന്വയം സൃഷ്ടിപ്പതെന്നു കലാപമാം ഗ്രാമത്തെ പുഷ്ടയോഗബലത്തോടുമറിവിന്നെ ശന്തനുതൻ ഭ്രാതാവാകിയ ദേവാപി 2 പേരുണ്ടിരിക്കുന്നതെന്നു നെടൂ. സൂര്യാനയം മരുവെന്ന നൃപ സൃഷ്ടി ചന്ദ്രവംശം ജനിപ്പിച്ചു ദേവാഭിയും ചൊല്ലിയ നല്ല കൃതയുഗമാദിയായി 4 യുഗത്തിൽ അനേകം ജനം ഭൂമി തന്നിൽ ജനിച്ചു വർണ്ണാതിഭേദക്രമാൽ നന്നായി ജനിച്ചു മാഗാതയുമായിക്കൊണ്ടും മേദിനി തന്നിൽ വർത്തിച്ചു ഈ മന്നവ മാനമാം കൽപ്പത്തിനറ്റമില്ലിത്തരം എത്രയെന്നുമിനി എത്രയെന്നുമില്ല എത്രയെന്നാലും ഇതുപോലിതിൽ നിന്നു ഞാനെന്നും എന്റെ എന്നും എനിക്കെന്നതും എത്രയെന്നാലും ഇതുപോലിതിൽ നിന്നു ഞാനെന്നും എന്റെ എന്നും എനിക്കെന്നതും മാനം നടിച്ചു ദ്വൈതഭ്രമവാക്കിനാൽ വാണു മരണവും വന്നു ഭവിക്കുന്നു. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ 12ാം സ്കന്ധത്തിൽ അടുത്ത ഭാഗം ചതുർയുഗ വർണ്ണന വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ
അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ ചതുർയുഗ വർണ്ണന വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.